നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഒരു മൊബൈൽ ഫോൺ മാത്രമായിട്ട് വന്നത്. ഇത്തവണ അത് ലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറ ഇറ്റ്സ് എ മിറർലെസ് ക്യാമറ. അപ്പോൾ ഫുൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഒരു വർഷത്തിൽ. ഓൾ താങ്ക്സ് ടു യു ഗൈസ്. പിന്നെ ഈ ലഗേജൊക്കെ ഒറ്റ ദിവസത്തെ ലഗേജാണ്. എനിക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് കാണിക്കേണ്ടത്. ഇത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇത് ആക്ച്വലി നമ്മൾ കൊണ്ടുവന്ന ലഗേജാണ്. ഇത് ആക്ച്വലി ഒരു UV റൂമാണ്. ഇതൊരു 15 minutes നമ്മുടെ ലഗേജും എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടാണ് അവർ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കാർ കീസും നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഇവിടെ UV ലൈറ്റാണ്. സോ ദാറ്റ് ഇവൻ്റെ കാർ കീസ് വിൽ ഗെറ്റ് ഡിസിൻഫെക്റ്റഡ്. ഇത് അടയ്ക്കുമ്പോൾ തന്നെ ഓണോ ഗൈസ്. അപ്പോൾ എല്ലാം തുടങ്ങിയെടുത്ത് ഹയാത്തായിരുന്നു. നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് ഹയാത്താണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഈ 100K ഒരു സെലിബ്രേഷൻ അല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പക്ഷേ താങ്ക്സ് യു ഗൈസ് എഗെയിൻ. താങ്ക് യു സോ മച്ച്. ദേ ആർ ഗിവൺ അസ് എൻ അപ്ഗ്രേഡ്. പ്രിയയ്ക്ക് അറിയില്ല, ബട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ഓസം. ഈ അപ്ഗ്രേഡിൻ്റെ ഒക്കെ കാരണം നിങ്ങളാണ്. കാരണം ഞങ്ങളുടെ ഹയാത്തിൻ്റെ വ്ളോഗ്സ് എല്ലാം നിങ്ങളാണ് ഹിറ്റാക്കി തന്നത്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഗൈസ്. ഐ ഫീലിംഗ് സോ ഹാപ്പി. ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ അടിപൊളിയാണ്. വെൽക്കം ടു അവർ സ്റ്റേക്കേഷൻ ഓഫ് ഗ്രാൻഡ് ഹയാത്ത്. ഞങ്ങളിപ്പോൾ ഗ്രാൻഡ് ഹയാത്തിലാണ്. ഞങ്ങളിവിടെ 100K സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആദ്യത്തെ റൂം കാണിക്കട്ടെ. ദിസ് ഈസ് അവർ വിസിറ്റിംഗ് റൂം. ഇതൊരു ചെറിയ മിനി ഹൗസ് പോലെയാണ് കേട്ടോ. ദിസ് ഇസ് എ വിസിറ്റിംഗ് റൂം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചോ. ലുക്ക് അറ്റ് ദിസ്. ഇവിടെയാണ് വൈകുന്നേരം സൺസെറ്റ് ഏരിയ ആണ്. ഇവിടെ നിന്ന് സൂപ്പറായിട്ട് തുറന്നാൽ ഭയങ്കര കാറ്റാണ്. സൂപ്പറായിട്ട് ഈവനിങ് കോഫിയും എനിക്ക് ഇഷ്ടമുള്ള കോഫിയും പഴംപൊരിയൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ വേദു? വേദു ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി പാപ്പ ബെഡ്റൂം. ഇത് ഭയങ്കര കംഫി ആയിട്ടുള്ള ബെഡ്റൂം. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, നോക്കിക്കോ. ലുക്ക് അറ്റ് ഇവിടെ ഉണ്ട്. ഫുൾ വ്യൂ ആണ്. Wow, this is so beautiful. See? Wow. ഇവിടെ നിന്ന് നമുക്ക് come on, follow me. ഇത് ഇവിടെ നിന്ന് ഇനി അച്ഛൻ വരെ ഇത് നോക്കുകയില്ല. ഡ്രസ്സിംഗ് റൂം കാണിച്ചു നല്ല ഭംഗിയുണ്ടത്. സൂപ്പറാണോ? Bathroom, my favorite place. Bathroom kaanichu. See this. See this. It's a small. It is not small actually. It's a bathtub. Bathroom nanu vedu ini kulichu. And there is a separate shower area. Here a toilet area. This is a toilet area. And come on. This is Dillu. Dressing. This is a dressing room. Here we dress tooka. Locker and huge. And here there is another bathroom, separate bathroom. Nice, no? Yes. നമുക്ക് ആദ്യം തന്നെ ആ വ്യൂവിൽ ഇരുന്ന് നമുക്ക് നല്ലൊരു കോഫിയോ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാം. അപ്പോൾ ഞങ്ങൾ സ്റ്റേക്കേഷൻ തുടങ്ങാൻ പോവാണ്. വി ജസ്റ്റ് ലവ് ദിസ് റൂം. ഈ ഒരു അപ്ഗ്രേഡ് കിട്ടിയത് നിങ്ങൾ കാരണം മാത്രമാണ്. സോ താങ്ക് യു സോ മച്ച്. ഹായ് ഗൈസ്. അപ്പോൾ
പ്രിയയുടെ എക്സൈറ്റ്മെന്റ് കണ്ടാണ് നിങ്ങൾ റൂം ടൂറിൽ കൂടെ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കാരണം 2-3 ടേക്ക് ഒന്നും എടുക്കാൻ സമയമില്ല, കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈവൻ ഐ എം വെരി എക്സൈറ്റഡ്, വേദു ഇസ് വെരി എക്സൈറ്റഡ്. അഗൈൻ താങ്ക് യു സോ മച്ച്, യു ഗൈസ് മേഡ് us സോ ഹാപ്പി. ആൻഡ് ഇത് ആക്ച്വലി ഇവിടെ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞൊരു പാക്കേജാണ്, പെട്ടെന്ന് കണ്ട ഒരു ഓഫറാണ്. 7,500 8,000 റുപ്പീസിൽ നമുക്ക് 2 പേർക്ക് കിഡ്സ് ആർ സ്റ്റേയിങ് ഫോർ ഫ്രീ, 2 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും ആൻഡ് ലഞ്ച് ഓർ ഡിന്നർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതല്ലാതെ ഫുഡിനൊക്കെ 25-30% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ബാക്കി എനിക്കൊന്ന് കുറച്ച് യോഗ, സുംബ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ ഐ ഫീൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ഓഫർ ടു എൻജോയ് ഹയാത്ത്, അല്ലെങ്കിൽ ഒരു എൻജോയ് എ വെക്കേഷൻ, സ്മോൾ വെക്കേഷൻ വെരി സേഫ്ലി. ആൻഡ് ഹയാത്ത് ആകുമ്പോൾ അറിയാലോ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് സോ മച്ച് ഫൺ ടു സ്റ്റേ ഹിയർ. ഒരു ദിവസത്തേക്കാണെങ്കിൽ ഒരു ദിവസം, പക്ഷേ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വർത്ത്. ആൻഡ് ഈ 8,000 കുറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും ഇങ്ങനത്തെ ഒരു ഹയാത്തിൽ ഇനി എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഓഫർ വരുന്നത്. സോ വി ആർ ഗോയിങ് ടു എൻജോയ് അവർ സ്റ്റേക്കേഷൻ. ആൻഡ് അപ്പോൾ നിങ്ങളിത് കാണുക, നിങ്ങൾ എൻജോയ് ചെയ്യും. ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ് ദിസ് വീഡിയോ ആസ് മച്ച് ആസ് വി ആർ എൻജോയിങ് സ്റ്റേയിങ് ഹിയർ. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള അടിപൊളി കാഴ്ചകളും സംഭവങ്ങളിലേക്കൊക്കെ പോവാം. വന്നപ്പോ തുടങ്ങി വേദു ഇതിന്റെ അകത്താണ്. വേദുവിനെ ഇറങ്ങണ്ടാന്ന്. വേദു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തമ്മിൽ വെള്ളമൊക്കെ നിറച്ചിരിക്കാം കേട്ടോ. വേദുവിനെ എനിക്കൊന്ന് പ്രിയ പിടിച്ച് ഇരുത്തിയാൽ തോന്നുന്നു, കാരണം പ്രിയക്കും വളരെ ഇഷ്ടമുള്ള സംഭവമാണ് ഈ പാട്ടൊക്കെ. ഓ മൈ ഗോഡ് ഗായ്സ്, ഇത് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അവരിവിടെ അവർക്ക് മനസ്സിലായി തോന്നി ഞാൻ ചോക്ലേറ്റ് അഡിക്റ്റ് ആണ്. അവർ നല്ല ഉഗ്രൻ മാക്രൂൺസ്, ഞങ്ങളുടെ ബ്രഞ്ച് വീഡിയോയിൽ പറഞ്ഞു ഇവിടുത്തെ മാക്രൂൺസ് ഔട്ട്സ്റ്റാൻഡിങ്. അതല്ലാതെ ഇത് കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. എനിക്കൊന്ന് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ട്രഫിൾ ബോൾസും ചോക്ലേറ്റ് ചിപ്സ് ആണ് ആൻഡ് കാഷ്യൂസ്. ഇത് തന്നെ മതി നമ്മുടെ വെക്കേഷൻ അടിപൊളിയാക്കാൻ. പ്രിയ അതെ ഇവിടെ മാക്രൂൺസ് ഉണ്ട് പ്രിയ. അപ്പൊ പ്രിയ ഇവിടുത്തെ മാക്രൂൺസ് കഴിച്ചിട്ടില്ല. പ്രിയ കഴിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ. എനിക്ക് തരും തോന്നുന്നില്ല കഴിക്കാൻ. വേദുവിന് ചോക്ലേറ്റ് കൊടുക്ക്. മാക്രൂൺസ് ഇത് ഫസ്റ്റ് ബൈറ്റ്. എന്റെ ഫേവറേറ്റ് മാക്രൂൺസ് ഇൻ കൊച്ചിൻ. കണ്ണടഞ്ഞു തന്നെ വേറെതാ. ഇത് അമ്മയും മോനും കൂടെ മിക്കവാറും തീർക്കും. ഞാൻ കട്ടിയാണ് കഴിച്ച്, എനിക്കും കൂടെ വേണം ഇത്. ഈ മാക്രൂൺ ശരിക്കും എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡിസേർട്ടാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് സോ വെൽ മെയ്ഡ്. ഇത് കണ്ട ഇത് പിസ്താഷ്യോ ആണ്. ഔട്ട്സൈഡ് ഇസ് വെരി ഒരു ക്രംബ്ലി ടെക്സ്ചറാണ്, അകത്ത് സോഫ്റ്റ്, അതിൻ്റെ നടുക്ക് ക്രീം. ദാറ്റ്സ് അവർ പെർഫെക്റ്റ് മാക്രൂണേഴ്സ്. ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്. നിങ്ങൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ ചെറിയൊരു 1 day വെക്കേഷൻ ആണെങ്കിലും ശരിക്കും ഇറ്റ് ഗിവ്സ് us so much of happiness. It relieves lot of stress and I feel എത്ര പൈസയാണെങ്കിലും 500 രൂപ തൊട്ട് 50,000 രൂപയാണെങ്കിലും ഓൾവേസ് എ വെക്കേഷൻ ഇസ് വർത്ത് ഇറ്റ്. എല്ലാവരും വെക്കേഷന് പോകണം എന്നാണ്. ആക്ച്വലി ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വെക്കേഷൻ ഡിപ്രൈവ്ഡ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ പോപ്പുലേഷനും ഇന്ത്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലാണെങ്കിലും ഓൾവേസ് ടേക്ക് എ വെക്കേഷൻ. ആൻഡ് വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ചേഞ്ച് ഓഫ് പ്ലേസ്. നിങ്ങൾ വീട്ടിലിരുന്ന് TV കണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി എ വെക്കേഷൻ. അവർ വെക്കേഷന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുന്നത് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ്. നിങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലവും നിങ്ങൾ കഴിക്കുന്ന സ്ഥലവും എല്ലാം ഒരു മാറ്റം വന്നാലേ ആ പ്രോപ്പർ വെക്കേഷൻ്റെ ഒരു ഫീല് വരുള്ളൂ. അപ്പോൾ മാക്രൂൺസ് അടിപൊളി. ഇനിയും ചോക്ലേറ്റ് ബോൾസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐ തിങ്ക് ഇത് ട്രഫിൾ ബോൾസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ട്രഫിൾ ബോൾസ് ആണ് ചോക്ലേറ്റിൻ്റെ. ഇത് അകത്ത് ഓൾമോസ്റ്റ് ഒരു ഫെറോ റോഷർ ടൈപ്പാണ് ഗൈസ്. അകത്തും ചോക്ലേറ്റ് ഉണ്ട്. റിച്ച് ഡാർക്ക് ചോക്ലേറ്റ്. മൈ ഗോഡ്, കോംപ്ലിമെന്ററി സാധനങ്ങൾക്ക് വരെ ഇത്രയും ടേസ്റ്റ് ആണ്. പ്രിയ ചോക്ലേറ്റ് കഴിച്ചു. അതെ, പ്രിയനോട് ചോക്ലേറ്റ് കഴിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞതാണ്, പറയാൻ പോകുമായിരുന്നു. അവിടെ ഇരുന്ന് ഓൾറെഡി കഴിക്കാൻ തുടങ്ങി അല്ലേ? എനിക്കൊന്നും പറയാനില്ല. വേദുവിന്റെ റൂം ഇഷ്ടമായിട്ട് എങ്ങോട്ട് പോകണം അറിയില്ല. വേദുവിന് തന്നെയാണ്. അതുമാത്രല്ല ഈ ചോക്ലേറ്റ്സിന് ഫുൾ കഴിച്ചതിന്റെ ഹൈപ്പറാണ്. അയ്യോ ഇത് ഇരുന്ന് കണ്ണ് കൺട്രോൾ ചെയ്യാൻ വയ്യ. വേദു പ്ലീസ് ഡോണ്ട് ടേക്ക്, ഐ നീഡ് ദിസ്. വേദുവിന്റെ ചെറുത് മതി. ദിസ് ഇസ് ടു ഗുഡ് ടു ഷെയർ. അത് മോനാണെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് ടു ഗുഡ് ടു ഷെയർ. ഗൈസ് ഇത് കണ്ട വേദുവിനെ
നിന്ന് അവിടെ കഴിക്കുകയാണ് ഗൈസ്. ഈ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾക്ക് ഓർമ്മ കാണും. ഒളിച്ചിരുന്ന് കഴിക്കുന്നത് ഞാൻ പിടിച്ചു കള്ളത്തരം. ഓൾവേസ് ഗൈസ് ട്രൈ ടു ടേക്ക് എ വെക്കേഷൻ. ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഒക്കെയാണ് നമുക്ക് മരിക്കുന്നവരെ ഓർമ്മ നിൽക്കുന്നത്. പൊതുവെ എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്, കാരണം ഐ ഡോണ്ട് ഡ്രിങ്ക് ലൈക്ക് ഹോട്ട് ഡ്രിങ്ക്സ് ലൈക്ക് ടീ ആൻഡ് കോഫി ആൻഡ് ഓൾ. പക്ഷേ ഇത് കാണിക്കണം എന്ന് തോന്നി, കാരണം സാധാരണ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോയാലും സാധാരണ ടീ ബാഗും കോഫിയും കാണും. പക്ഷേ ഇവിടെ തന്നെ നിങ്ങൾക്ക് 4 ടൈപ്പ് ടീ ഉണ്ട്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഡാർജിലിംഗ്, നീൽഗിരി, റൈനോ ആസാം. അല്ലാതെ എക്സ്പ്രസോ കോഫി ഉണ്ട്, കോഫി മെഷീൻ ഉണ്ട്, പിന്നെ സാധാരണ നെസ്കഫെ ഉണ്ട്, ഷുഗർ ഫ്രീ ഉണ്ട്, ബ്രൗൺ ഷുഗർ ഉണ്ട്, വൈറ്റ് ഷുഗർ ഉണ്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല, പക്ഷേ സീയിങ് ഓൾ ദിസ് മേക്ക് മീ ഫീൽ സോ സ്പെഷ്യൽ. എനിക്കിവിടെ വരുമ്പോൾ ഐ എം ഗെറ്റിംഗ് എ വെരി സ്പെഷ്യൽ ഫീലിംഗ്, വെരി വെൽക്കം. അതുകൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത്. സോ ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് സീയിങ് ഓൾ ദിസ് ഗൈസ്. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും കേട്ടോ, നമ്മുടെ മറ്റേ സബ്സ്ക്രൈബർ കൊളാബ് വ്ളോഗിങ് എന്തായിരുന്നു. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല എന്നല്ല, കുറച്ച് പേര് ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്, പക്ഷെ അറിയിച്ചിട്ടില്ല. അത് ഉടനെ തന്നെ ചെയ്യും. പക്ഷേ ഇപ്പം നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇത് കിട്ടി, അപ്പം ഞങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് തരണമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഞാൻ ഈ ഹയാത്തിനെ ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും തരാൻ നോക്കുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഐഡിയാസ് ഒന്നും ഇല്ല. എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം കാണുക. ഞങ്ങൾ നാളെയല്ലേ ചെക്കൗട്ട് ഉള്ളൂ. അപ്പോൾ നാളെ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും 100% ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 2 പേർക്ക് വേണ്ടി. എൻ്റെ മനസ്സിൽ ഞാൻ അത് പിന്നെ പറയാം. നിങ്ങൾ വ്ളോഗിൻ്റെ അവസാനം വരെ ഒന്ന് കാണുക ഗൈസ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും എങ്ങനെ ഇത് ഒരുപാട് കമന്റ്സ് ഞാൻ കാണാറുണ്ട്. ഹയാത്തൊക്കെ ഞങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കളയുക. കാരണം എൻ്റെ അച്ഛൻ വളരെ സാധാരണക്കാരൻ്റെ ആയിരുന്നു. ഹി യൂസ് ടു വർക്ക്, ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആയിരുന്നു യൂണിയൻ ബാങ്കിൽ. കുവൈറ്റിൽ പോയി 2-3 ജോലി എടുത്തിട്ടാണ് അറ്റ് എ ഡേ, എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് 2 ജോലി, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബും ഒരു പാർട്ട് ടൈം ജോബും ചെയ്തിട്ടാണ് അച്ഛൻ ഞങ്ങളെ ഒരു കംഫർട്ടബിൾ ലൈഫ് ലീഡ് ചെയ്തത്. ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എനിക്ക് ആ വാല്യൂ ആണ് അച്ഛനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാനും 2-3 വർക്ക് ചെയ്യും. ആക്ച്വലി ഞാൻ 2-3 എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് ലീഗലി, ആസ് ലോങ് ആസ് ഇറ്റ് ക്യാൻ മേക്ക് മീ മണി ആൻഡ് ഐ ആം റെഡി ടു വർക്ക് ഹാർഡ് ഓൾസോ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ നോക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ട്. അതല്ലാതെ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ വർക്ക് ചെയ്യാറുണ്ട്, ബിക്കോസ് ഞാൻ മാർക്കറ്റ് റിസർച്ച് ആണ് പഠിച്ചത്. അതല്ലാതെ റിയൽ എസ്റ്റേറ്റ് എന്തെങ്കിലും ഓഫീസ് എവിടെയെങ്കിലും കണ്ടു ഞാൻ ചെയ്യും. ഇപ്പോൾ യൂട്യൂബ് എൻ്റെ ഒരു ഇൻകം സോഴ്സ് ആണ്. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഹാർഡ് ടു മാനേജ് ഓൾ ദിസ്. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടാൽ ഫുള്ളി വി വർക്ക് ഹാർഡ് വി ക്യാൻ എൻജോയ് ലൈഫ്. പൈസ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ എനിക്ക് എൻജോയ്മെന്റ് തരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ട്രാവലും ഫുഡും മാത്രമാണ്. സോ നിങ്ങളും ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കരുത്. പണിയെടുക്കും. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി, എൻ്റെ നെയ്ബർ ഓട്ടോ ഡ്രൈവറാണ്. പുള്ളിക്കാരൻ ഓട്ടോ ഓടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ടിവിയും കണ്ട് ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കുക, അങ്ങനെയല്ല പുള്ളിയുടെ ലൈഫ്. പുള്ളി തിരിച്ചു വന്നിട്ട് വടയും മുറുക്കും ഉണ്ടാക്കി വെക്കും. ആൻഡ് ഈസ് ഗെറ്റിംഗ് എ ഗുഡ് ഇൻകം ഫ്രം ദാറ്റ്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ടിപ്പ്, ഒരു ലൈഫ് അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവരുത്. ട്രൈ ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 or 3 സോഴ്സസ് ഓഫ് ഇൻകം. എന്നാൽ നമുക്ക്, എസ്പെഷ്യലി നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ആസ്പിറേഷൻസ് ഉണ്ടെങ്കിൽ, ട്രാവലിങ്ങും നല്ല ഫുഡൊക്കെ ആസ്പിറേഷൻസ് ഉണ്ടെങ്കിൽ, മേ ബി യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾക്ക് നല്ലൊരു ജോലി കാണും, അതിൽ കൂടെ തന്നെ നിങ്ങളുടെ എല്ലാ നീഡ്സും നടന്നു. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് കാണും, അതിൽ കൂടെ എല്ലാ നീഡ്സും നടന്നു. ഇറ്റ്സ് ഓക്കെ. അല്ലാത്തവരുടെ കാര്യം പറയുന്നത്, നിങ്ങൾ 2-3 എസ്പെഷ്യലി യൂത്തിനോട് നമ്മുടെ ടൈം നമ്മൾ യൂസ് ചെയ്യുക. വർക്ക് ഹാർഡ് ആൻഡ് എൻജോയ് ഹാർഡ്. അപ്പോൾ സമയം 4 മണിയായി. എനിക്കൊന്ന് സാൻഡ് പിറ്റ്, ഇത് വേദുവിന് കളിക്കാൻ പറ്റിയ സ്ഥലമെന്ന് തോന്നുന്നു. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. വേദു കാരണം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒരുപാട് നാളായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സ്ലൈഡിലൊക്കെ കയറേണ്ട പ്രായമല്ലേ ഇത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ബാ വേദു, നമുക്ക് പോവാം കളിക്കാൻ. പോവാം. ഗൈസ്, എഗെയിൻ ബിഗ് താങ്ക് യു. ഒരു താങ്ക്യും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ അപ്ഗ്രേഡ് കിട്ടിയത്, ഞങ്ങൾ സാധാരണ റൂമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സ്റ്റേക്കേഷൻ പാക്കേജിൽ സാധാരണ റൂമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അപ്ഗ്രേഡ് കിട്ടിയത് നിങ്ങൾ കാരണമാണ്. സോ അതിനൊരു താങ്ക് യു ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ അവർ നമുക്ക് സ്പെഷ്യലായിട്ടൊരു ഹൗസ് ബോട്ട് ക്രൂസ്, സൺസെറ്റ് ക്രൂസും കൂടെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനും താങ്ക് യു ഗൈസ് സോ മച്ച്. താങ്ക് യു സോ മച്ച്. യു ഗൈസ് ആർ മേക്കിംഗ് എസ് സോ ഹാപ്പി. ആൻഡ് അത് കേട്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അന്തുവിനെ വിളിച്ചു. അന്തു വേഗം ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹയാത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഭയങ്കര ഓപ്പൺ സ്പേസ് ആണ്. ഇങ്ങനെ നടക്കാൻ കുറേ സ്ഥലമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഓബിയസ്ലി പൂളും ജക്കൂസിയാണ്. പ്രിയ അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇത്രയും എനിക്കൊന്ന് 25-26 ഏക്കേഴ്സിലാണ് ഈ ഫുൾ ഹയാത്ത് പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംമാതിരി ഓപ്പൺ സ്പേസസ് ഉണ്ട്. ആൻഡ് ഐ ലവ് ഓപ്പൺ സ്പേസസ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ടൈമിലൊക്കെ ഓപ്പൺ സ്പേസസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഔട്ട്ഡോർ പൂളല്ലാതെ
ഇവർക്ക് വേറൊരു പൂളും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, പൂളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത് മിക്കവരും കണ്ടിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചും കൂടെ തരാം, ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും. ഇതാണ് ഇവരുടെ ഇൻഡോർ പൂള്. പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ. വേദു പോകാൻ ഭയങ്കര ഹാപ്പിയാണ്. വേദു ഇങ്ങനെ നടക്കാൻ പറ്റിയതിൽ അല്ലേ, ഫ്രീ ആയിട്ട് നടക്കാം. ഗൈസ് പിന്നെ സോറി, ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഒരു ഹാപ്പി വ്ളോഗിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് കറക്റ്റ് അല്ല. പക്ഷേ ഓൾവേസ് ബി വിത്ത് യുവർ കിഡ്സ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ. കാരണം ഇന്ന് ഞാൻ വായിച്ചുള്ളൂ, ആലപ്പുഴയിൽ ഒരു അമ്മ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിനെ ബീച്ചിലായിരുന്നു. ആ കൊച്ചു പാവം 2 വയസ്സായിരുന്നു, വെള്ളത്തിൽ പോയിന്ന്. സോ വളരെ വിഷമമുള്ള ഒരു ന്യൂസാണ്. നമുക്ക് അറിയാൻ പറ്റും എത്ര വിഷമമുണ്ടെന്ന്. സോ ഓൾവേസ് ബി അലേർട്ട്. നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഞാൻ വീഡിയോ എടുക്കുമെങ്കിലും ഞാൻ 100% എൻ്റെ കോൺസെൻട്രേഷൻ വേദൂലായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ കുറച്ച് ഫ്രെയിം ഔട്ടൊക്കെ ആവുന്നത്. സോ ഓൾവേസ് ബി കെയർഫുൾ വിത്ത് യുവർ കിഡ്സ്. ഈ ഔട്ട്ഡോർ പ്ലേ ഏരിയ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ കിഡ്സിനൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് വേദുവിൻ്റെ സ്ലൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും, അനങ്ങത്തില്ല. ഇവർക്ക് ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, പക്ഷെ അവിടെ ഇപ്പം കോവിഡ് കാരണം അത് ഫങ്ഷനിങ് അല്ല. ഹലോ, അപ്പം എത്തി കറക്റ്റ് ടൈമിലെത്തി. എല്ലാരും ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചാണ് അദ്ദുവിന്റെ മോള് ദിയ എവിടെയാണ്. ഇതാണ് ദിയ. ഹായ് ദിയ മോൾ. കറക്റ്റ് ടൈമിൽ എത്തി കേട്ടോ അന്തു. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ബോട്ട് വിട്ടേനെ, ഫ്ലൈറ്റ് മിസ് ആവുന്ന പോലെ. ഏത് അവിടെയൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ദിയ മീറ്റ്സ് വേദു ആഫ്റ്റർ 1 year. വേദന ഓടുന്നു. വേദു ഓടുന്നു. വേദു ദിയ ചേച്ചിനെ നോക്ക്. നാണം വേദന നാണം വന്ന്. നാണം വന്ന വേദുവാണ് ഏറ്റവും നാണം കേട്ടാ. അയ്യേ വേദു, രണ്ടുപേർക്കും നാണം. ഹായ് കൊടുക്ക്. ഹായ്. ഓടുന്നത് വേദു ഓടി, ജീവനം കൊണ്ട് ഓടി. വേദു ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുക്ക്. എനിക്ക് മേരിയാനോട് ചോദിക്കാനുള്ള, ഈ ദിയക്കുട്ടി എങ്ങനെയാണ് ഈ മുടി കെട്ടാൻ വേണ്ടി അടങ്ങി നിന്നത്? ശരിക്കും ഇപ്പൊ ഡീസെന്റ് ആയി നിക്കുന്നതാ. ഞാൻ വീട്ടിലും കാറിലും ഞാൻ പഠിച്ചു വേണ്ടി നോക്കിയിട്ടും ആള് സമ്മതിക്കണ്ടായിരുന്നില്ല. വേദു അതുപോലെ തന്നെയാണ്. ഒരു 15-20 മിനിറ്റ് എടുക്കും വേദുവിന്റെ മുടി കെട്ടാൻ തന്നെ. ഗൈസ് ഇത് ആക്ച്വലി ഇത് 2 bedroom ഹൗസ് ബോട്ട്. ഇതിൽ ഇവർ സ്റ്റേയും എല്ലാം ഓർഗനൈസ് ചെയ്യും. ഇപ്പം നമുക്ക് വേണ്ടി ജസ്റ്റ് അവരൊരു 1 hour ക്രൂസ് പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൗസ് ബോട്ട് സ്റ്റേ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ I think that will be one of the most luxurious houseboats in Kerala. എന്തായാലും I'll just show you the rooms inside. അതല്ലാതെ ഇനി ഇവൻസും പാർട്ടീസും ബർത്ത്ഡേ പാർട്ടീസൊക്കെ വേണമെങ്കിൽ അവിടെ ഒരു ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം ഐ തിങ്ക് സോ ക്ലോസ് ടു 100-110 people, 90 to 110 പീപ്പിളിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ഹൗസ് ബോട്ടും ഉണ്ട് അവിടെ. സോ ഇവൻസിന് മേ ബി വേദുവിൻ്റെ 2nd ബർത്ത്ഡേ പാർട്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഹൗസ് ബോട്ടിലേക്ക് കയറാം. എല്ലാവരും കയറിക്കോളൂ ബോട്ടിലേക്ക്. ഞാൻ ഇതുവരെ ഒരു ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. സോ ദിസ് ഗോയിങ് ടു ബി മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഹായ്, വെൽക്കം ഡ്രിങ്ക്. ഓറഞ്ച് ആൻഡ് വാട്ടർമെലൺ. ഓക്കെ, ഐ ഹാവ് വാട്ടർമെലൺ. ഓക്കെ, ചേഞ്ചിന് വേണ്ടി ഓറഞ്ച് എടുത്തതാ. ഇത് വാട്ടർമെലൺ ആരും എടുക്കാത്ത കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാ. ഗൈസ്, അപ്പോൾ ഇതാണ് ഹൗസ് ബോട്ടിന്റെ ലിവിംഗ് റൂം. ഇത് ആക്ച്വലി സെയിം ലൈക്ക് ഹയാത്ത്. ഹായ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഇൻട്രൊഡ്യൂസ്. ഇതാണ് ഷഹാന. ഞാനൊരു ഹായ് പറയും. നമ്മുടെ ഷീസ് ദി മാർക്കറ്റിംഗ് ഹെഡ് ഓഫ് ഗ്രാൻഡ് ഹയാത്ത്. ഈ ഹൗസ് ബോട്ടിലെ കുറച്ച് സ്പെഷ്യാലിറ്റി എന്ന് പറയാമോ? Sure. So we have about 10 to 12 people we can host in here. As you see here, this is the lounge. Okay. I'll show you to the rooms. Okay. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ റൂം ടൂർ ആദ്യമായിട്ട് ചെയ്യും. ഞങ്ങളുടെ അമേച്ചർ റൂം ടൂർ ആയിരുന്നു. ഇപ്പോൾ ഷഹാന വിൽ ഡു എ പ്രൊഫഷണൽ റൂം ടൂർ. അപ്പോൾ ദിസ് ഇസ് ദി ലോഞ്ച്. ഓ മൈ ഗോഡ്, എന്തൊരു ലോഞ്ച്! ഇതാണ് ലോഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ്. ഓക്കെ, അന്തു സെറ്റപ്പ് എങ്ങനെയുണ്ട്? നമുക്ക് എടുക്കണം, എന്തായാലും എടുക്കണം.
This is a room, one of them. This is a bedroom. Oh my gosh, this is like almost a hotel room, alle? This is like a hotel room on the water. Oh, wow. See the Oh. view. Oh my god, Vedu is the most excited about all this. Oh, this is a view. Really nice. Oh, one side is full of glass, alle? Yeah, it's a full glass. It's a full And glass. You can also see that all the amenities used are similar to the ones in the room itself. Okay, same നമ്മുടെ hotel, Grand Hyatt hotel. It's actually Hyatt on board. അത് തന്നെ. Well, it's a floating suite. It's a fully awesome. Okay, so this is a bathroom. Well maintained. Okay, now ഇവിടെ വാർഡ്രോബും ഉണ്ട് കേട്ടോ, അപ്പോൾ സ്റ്റോറേജ് ഒന്നും ഒരു വിഷയമല്ല. ഓക്കെ, സോ ദിസ് എ സെക്കൻഡ് ബെഡ്റൂം. അതേ റൂം പോലെ തന്നെ ഇത് സെയിം ഡയമെൻഷൻസിലുള്ള സെക്കൻഡ് റൂമാണ്. സോ ദിസ് 2 bedroom. ഈ വാക്ക്വേയിലൊക്കെ ഇതുപോലെ തന്നെ വിൻഡോസ് ഉണ്ട്. ആക്ച്വലി ഇതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഓ മൈ ഗോഡ്, ദിസ് 2 floors. Second floor. I love this attention to detail, Shana. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, ഹയാത്തിന് attention to detail really impressed me. This is the dining Oh. space upstairs. What a space, what a dining space. And ഇത് രണ്ട് സൈഡും വ്യൂ ആണ്. The main thing is it's lot of glass on the കാരണം we feel it's like, you know, lot of we feel like it's almost like an open space. And okay, these 2 are the washrooms. Washrooms here upstairs. Okay, so this is the washroom with the toilet. Same thing, രണ്ട് washroom ഉണ്ട്. And this space is interesting. Okay, so this is താഴെ നമ്മൾ കണ്ട ലോഞ്ച് ആയിരുന്നു. This is more like a This is the upper deck area. upper deck. So in fact, if you want, you can close this as well. Okay. And use just this and leave this open out into the Okay. if you want a non-AC space, that's also possible. ഓക്കെ, അപ്പൊ ഡൈനിങ് റൂം നമുക്ക് ഇത് അടച്ചു കഴിഞ്ഞാൽ AC ആയിട്ട് ഉപയോഗിക്കാം. Yes. അല്ലാതെ ഇത് നമുക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് ദിസ് ആക്ച്വലി മോർ ദാൻ 12 people I think. Yeah, but You recommend 12? for the current norms, yeah. Yeah, only 12 is allowed. But I think the 12 are perfect. So for 12 people, I think so this is going to be an awesome experience. And in details, I think so you can just call. നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ഉണ്ടെങ്കിൽ you can just call Hayat and speak to Shahana because she'll be the best person to speak. കാരണം ഒരുപാട് type of tariffs ഒക്കെ ഉണ്ട്. So you better speak to Shahana. So ask for Shahana. And yes, നമ്മുടെ best place, Queen of Arabian Sea. Okay, this is amazing. So, and ഇവിടെ നമുക്കിത് ഹയാത്തും കാണാം. ഇവര് സെറ്റിലായി, ഇനിയും ബോട്ടിൽ നിന്ന് ഇറങ്ങണ്ട, രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഏത് വലിയ ആളെ പോലെ കുഷനിലൊക്കെ കേറിയിരുന്നത് വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് പോവാ. തൊട് ആ നോക്കാൻ, വേദനെ നോക്കാൻ ചെയ്യാ. ഗൈസ്, ഞാൻ ഈ എക്സൈറ്റ്മെന്റിൽ ജ്യൂസ് കുടിക്കാൻ മറന്നുപോയി. അപ്പോൾ ആദ്യമേ അത് കുടിക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. വേദു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങോട്ടല്ല വേദു, വാ മുകളിലാ. ആ എന്താ വേദുവിനെ എന്തിനാ എല്ലാരും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നേന്ന്. വാ, ഭാഗ്യം ഇവിടെയും വേദുവിന് ഇഷ്ടമുള്ള കാര്യമുണ്ട്. വേദുവിന് എടുക്കരുത് സ്റ്റെപ്സ് കയറാൻ, വേദുവിന് എന്നെ കയറണം. ആ എന്തിനാ ബാക്കിൽ നിന്ന് പിടിക്കുന്നേന്ന്. മിക്കവാറും നല്ല ഹാംസ്ട്രിങ്സ് ഒക്കെ നല്ല കട്ട്സ് ആയി വരും വേദുവിന്റെ. ആ കേറിക്കോ വേദു, കേറിക്കോ. കേറിയിട്ട് വേഗം അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ തിരിച്ചിറങ്ങി പിന്നെയും കേറും. നമുക്ക് ക്രൂസ് എൻജോയ് ചെയ്യാൻ പറ്റും. അയ്യോ, 2 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ് ഒക്കെ കയറാൻ നോക്കുന്നത്. വേദു പോയി ദിയയുടെ കൂടെ കളിക്കു. വേദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുള്ളൂ. ഒരുമിച്ചിരുന്നോ. വേദുവിനും വേണമെങ്കിൽ ഷൂ ഒക്കെ ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കും, നോ പ്രോബ്ലം. പൊട്ടിയ കാല് അതുപോലെ ചൊറിഞ്ഞതായിരിക്കും. ആ ഇനി ഫുൾ സംസാരിക്കും. ഇങ്ങോട്ട് നോക്കാൻ, വേദുവിനെ നോക്കാൻ. അത് വേദു പാവം. സ്വഭാവമൊക്കെ പുറത്തേക്ക് ഫുഡൊക്കെ വരാൻ തുടങ്ങി. അന്ന് തുടങ്ങിക്കോ, നമ്മള് നോക്കണ്ട. കുക്കീസ് അടിപൊളിയല്ലേ? വേദുവിന് ഇഷ്ടമാണോ വേദു കുക്കീസ്? ദിയക്ക് ഇഷ്ടമാണോ ദിയ കുക്കീസ്? യമ്മി. ദേ വേദുവിന്റെ മുഖം മാറുന്നു.
ആ ഇപ്പോഴാണ് വേദു ഹാപ്പി. ഇതൊന്നും ശരിക്കും അങ്ങനെ അഭിപ്രായം പറയേണ്ട റിവ്യൂ ചെയ്യേണ്ട സാധനമല്ല, കാരണം വെറും കുക്കീസ് ആണ്. പക്ഷേ ദിസ് ഇസ് ഓൾസോ സോ ടേസ്റ്റി. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഈ കുക്കീസ് ഒന്ന് ചോദിക്കുക, ഒരു ഹാപ്പി ഫാമിലിയുടെ വ്ളോഗിൽ കണ്ട കുക്കീസ് ഒന്ന് ചോദിക്കുക, അവരിത് നിങ്ങൾക്ക് തരും. ആൻഡ് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എന്നെ മെസ്സേജ് ചെയ്യുക, കാരണം ദിസ് ഇസ് ഓൾസോ സോ ഗുഡ്. ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ ഡെയിലി ബേക്കുന്നതാണ്. ദിസ് ഇസ് ലൈക്ക് വാനില ആൻഡ് ചോക്ലേറ്റ്. ഇതാ അത്രയ്ക്കും ഫ്രഷ്നെസ് ആണ് മെയിൻ. ഭയങ്കര വി ക്യാൻ ഫീൽ ദ ഫ്രഷ്നെസ്, ദാറ്റ്സ് വാട്ട്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ പ്രിയക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊരു എക്സ്പീരിയൻസ് ആണിത്. അതെ, ഇപ്പൊ വേദവും ഭയങ്കര ഹാപ്പിയായി. ഇല്ല, ഫുഡ് സമയത്ത് കുഴപ്പമില്ല, ഫുഡ് ടൈം വരെ എത്തിക്കണ്ടേ നമുക്ക്. ഈ ഒരു വ്യൂവും ഈ ഒരു എക്സ്പീരിയൻസും ഞാൻ നമ്മുടെ പ്രവാസികളായ മലയാളികൾക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഞാനും 10-12 വർഷം വെളിയിൽ താമസിച്ച ഒരാളാണ്. എൻ്റെ അച്ഛന് നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതിയെന്നായിരുന്നു. കുവൈറ്റിലായിരുന്നു. അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഒരു ബാക്ക് വാട്ടേഴ്സിലൊക്കെ പോകാനായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം അച്ഛൻ ഇതൊന്നും ഞങ്ങളുടെ കൂടെ അനുഭവിക്കാനില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. പക്ഷേ എല്ലാ പ്രവാസി മലയാളികൾക്കും ഇങ്ങനത്തെ ഒരു വ്യൂവും ഇങ്ങനത്തെ വെള്ളവും ബാക്ക് വാട്ടേഴ്സും അതിൻ്റെ ചെടികളൊക്കെ കാണാനുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലാവും. സോ ഐ ഡെഡിക്കേറ്റ് ദിസ് ടു ഓൾ ഓഫ് യു. ആൻഡ് നിങ്ങളായിട്ട് എപ്പോഴും എനിക്കൊരു സ്പെഷ്യൽ കണക്ഷൻ എന്തായാലും കാണും. എറണാകുളത്തൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ, കൊച്ചിയുടെ ഒരു ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഐ തിങ്ക് ദിസ് ക്രൂസ് ഇസ് എ റിയലി ഗുഡ് ഓപ്ഷൻ. നമ്മൾ ആക്ച്വലി ഷാന മെയിനായിട്ട് കവർ ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതൊക്കെ ആയിരിക്കും? നമ്മൾ പോകുന്ന റൂട്ടിൽ now you obviously cross Bolgati, there's Mulavagad Island, there's Kadamakudi and Kodad. Kadamakudi I know 14 എന്തോ ചെറിയ ഐലൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്, no? 15 to 16 major islands. ആ ഐലൻഡ്സിൽ ഒരു പകുതി നമ്മൾ ഏകദേശം പോകുമ്പോൾ കാണും. And all the churches on the way, the schools, major landmarks we cross. Plus this goes towards Ailur. Okay. And total duration ഇങ്ങനത്തെ ഒരു ക്രൂസിന് Typically people take it for 3 to 4 hours. So it's usually in the evening. അപ്പോൾ സൺസെറ്റും കൂടെ കാണാനായിട്ട് അത് ക്യാപ്ചർ ചെയ്യാനുള്ള രീതിയിലാണ്. അപ്പോൾ കോഫി ഒക്കെ വന്നിട്ടുണ്ട്. പ്രിയയുടെ കോഫി ടൈം ആണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതായിരിക്കില്ല. ദിയ അത് വേറെ വേൾഡിലാണ് ദിയ മോള്, അല്ലേ ദിയ? ഹായ്, താങ്ക് യു. വേദു ദിയ ചേച്ചി, ദിയ വേരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് പ്രശ്നം. നമ്മള് കേട്ട് പരിചയപ്പെട്ട ഒരു ഡയലോഗാണ് കൊച്ചി പഴയ കൊച്ചി അല്ലാന്ന്. പക്ഷെ ഇപ്പോഴും ഈ റൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊച്ചി ഏകദേശം പഴയ കൊച്ചിയൊക്കെ തന്നെയാണ്. ആൻഡ് നിങ്ങൾ ബാക്ക് വാട്ടേഴ്സ് ഇതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഇനിയും കുറേ ഹോളിഡേയ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക് വാട്ടേഴ്സ് ആണെങ്കിൽ താല്പര്യം, ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടായിരിക്കും പോകുന്നത്. ഹിൽ സ്റ്റേഷൻസ് ആണെങ്കിൽ അതായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഹോളിഡേയ്സ് ഉള്ള ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ബാക്ക് വാട്ടേഴ്സ് ആണോ, ബീച്ചസ് ആണോ, ഹിൽ സ്റ്റേഷൻ ആണോ, ഫോറസ്റ്റ് ആണോ എന്ന്. എൻ്റെ എന്തായാലും ഫേവറേറ്റ് ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. ചേട്ടാ മീൻ കിട്ടിയോ? ഏതാ? പൂരി. ഓക്കെ. വേദുവിന് ഇപ്പൊ ദിയയുടെ ബോട്ടിൽ തന്നെ വേണം, അല്ലെങ്കിൽ മറ്റേ ഫീഡിംഗ് ബോട്ടിൽ അല്ലാതെ കുടിക്കാത്ത ആളാണ്. ഇപ്പൊ ഇത് തന്നെ വേണം വേദുവിന്. ദിയാണെങ്കിൽ ഒരു രീതിയിൽ കൊടുക്കത്തുമില്ല. ഇവരെയൊക്കെ കൊണ്ടൊന്ന് തായ്ലൻഡിൽ നമ്മൾ പോയാലൊന്ന് ആലോചിച്ച് നോക്കും. ബാങ്കോക്കിലും അല്ല, അടി കൂടുന്ന സമയം കാണില്ല. അന്നും ഏരിയ ഞാൻ ഫ്രീ ആയിട്ട് അടി പകുതി വെച്ച് അവര് തിരിച്ചു പോലും, അല്ലെങ്കിൽ നമ്മൾ അതേ നടക്കുള്ളൂ. എല്ലാ പിള്ളേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഔട്ട്ഡോർ നിൽക്കാൻ. ദിയക്കുട്ടി ഇഷ്ടായോ? ശരിക്കും ബൈ ബൈ അല്ല, നമ്മള് തുടങ്ങിയുള്ളൂ. ബൈ, അടുത്ത ആളും ബൈ പറയുന്നു. പക്ഷെ എനിക്കിത് പിള്ളേരെ കാട്ടി എക്സൈറ്റഡ് അമ്മമാര് തന്നെയാണ് കേട്ടാ. അവരെ എന്റർടൈൻ ചെയ്യാൻ എളുപ്പമല്ലേ അങ്ങനെയാകുമ്പോ. അതെ. അപ്പൊ നമ്മള് ബോട്ട് തിരിക്കുകയാണ്. സൺസെറ്റിന് സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രിയ ഭയങ്കര വല്ലതും കാണോ? സാറ്റേൺ, ജൂപ്പിറ്റർ എന്തെങ്കിലും കാണാമോ? ഇത് ആ ടെലിസ്കോപ്പ് അല്ല, ഇത് അടുത്തുള്ള വല്ലതും കാണാനല്ല. അപ്പുറത്തെ ആ വീട്ടില് ആ ഫ്ലാറ്റിലൊക്കെ ഒളിഞ്ഞു നോക്കാം ഇതും കൊണ്ട്. എനിക്ക് നോക്കിട്ട് വൈറ്റ് ആയിട്ടാ ഫുൾ കണ്ണിന്റെ കുഴപ്പമാണ്. അത് ആയിരിക്കും മിക്കവാറും. കണ്ണാടി വെക്കാൻ
ഏതോ വാട്ടർമെലൻ ജ്യൂസ് കുടിച്ച വാട്ടർമെലനെ പോലെ വരും. അല്ലേ നമുക്ക് വാട്ടർ ഇത് കൂൾ പീപ്പിൾ ഡ്രിങ്ക് കൂൾ ജ്യൂസ്. അപ്പൊ വാട്ടർമെലൻ കൂളിംഗ് ജ്യൂസ് ആണ്, അത് കുടിച്ചു കേട്ടോ. വേച്ചു ദിയക്ക് വേണം എന്ത് ചെയ്യാ? വേണ്ട, മുഖമൊക്കെ ചുളുങ്ങി ഓടുക. അപ്പൊ നമ്മൾ തിരിച്ചു പോവാറാണ്. പക്ഷെ ഹയാത്തിൽ ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹൗസ് ബോട്ടിൽ താമസിച്ചിട്ടില്ല. പക്ഷെ താമസിച്ചിട്ടില്ല, ഹൗസ് ബോട്ടിൽ ഇങ്ങനെ സൺസെറ്റ് റൈഡ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ദിസ് ഇസ് ടോട്ടലി വർത്ത് ഇറ്റ്. നല്ല വ്യൂസ്, നല്ല ഫുഡ്, നല്ല കമ്പനി. ഇറ്റ്സ് പെർഫെക്റ്റ്. ഡ്യൂറേഷൻ ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറായി. എന്തായാലും അന്തും മേരിയാനും കൂടെ വന്നുകൊണ്ട് കുറച്ചും കൂടെ എൻജോയബിൾ ആയി. ആൻഡ് വി ടോട്ടലി എൻജോയ് ദിസ് ഹൗസ് ബോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൗസ് ബോട്ടിൽ പോകുന്നത്. ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് ഇനി നേരെ നമുക്ക് റൂമിൽ പോയി ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പോലെ വല്ലതും ചെയ്യാം, ഒരു 100K സെലിബ്രേഷൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറുണ്ട്. പിന്നെ എന്താണെന്ന് അറിയില്ല. ഐ ആം സോ എക്സൈറ്റഡ്. അതായത് താങ്ക് യു വൺസ് അഗൈൻ ഗൈസ്. നിങ്ങൾ ഞങ്ങളുടെ വ്ളോഗ്സ് കാണുന്നത് കൊണ്ടും പ്ലസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് ഇവിടെ വന്ന് ഒരുപാട് പേര് കഴിക്കുന്നത് കൊണ്ടും ആ കഴിക്കുന്നവർ നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് അവർ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്. സോ വൺസ് അഗൈൻ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ്, നമുക്കിവിടെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയധികം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ദിവസത്തിൽ സ്റ്റേക്കേഷനിൽ ഹയാത്ത് ചെയ്തത്. അപ്പോൾ ഇനി ഉഗ്രൻ ഫുഡുകൾ വരുന്നുണ്ട്, അതല്ലാതെ ഞങ്ങളുടെ ഒരു ചെറിയ 100K സെലിബ്രേഷൻ വരുന്നുണ്ട്, അതല്ലാതെ ചെറിയൊരു ഗിവ് വേ വരുന്നുണ്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഇൻ ദ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ടും കാണുക. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് സ്റ്റേ ഹാപ്പി.